എവിടെ പോയേക്കുമായിരുന്നു? ഇത് കണ്ട ക്രെഡിറ്റ് കാർഡ്. ഇനി ഒരാളുടെയും സഹായമില്ലാതെ നമുക്ക് ടിക്കറ്റോ? നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾ ബിഗ് ടിക്കറ്റ് ഓൾറെഡി എടുത്തതല്ലേ? എടി അത് ഓക്കെ, അത് ഞാൻ നിർത്തത്തില്ല. കാരണം നിർത്താനും പറ്റത്തില്ല. കാരണം ഞാൻ നിർത്തുന്ന സമയത്ത് അവന്മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രം വലിയൊരു വിഷമമുണ്ട്. അതൊക്കെ ഒരു അനാവശ്യ വലിയ ചാച്ച. ഇനി ഈ പ്രാവശ്യത്തെ ബിഗ് ടിക്കറ്റ് നമുക്ക് തന്നെയാണ്. കൊച്ചിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര നാളും കൊണ്ട് നോക്കിയതിട്ടാണോ കിട്ടുന്നറിയാം. നമുക്ക് തന്നെ അടിക്കും. ഞാൻ അടിച്ചു കഴിഞ്ഞാല് ഷായിച്ച ബച്ചാനേക്കാൾ വലിയ വീഡിയോ വെക്കും. അതേത് ഷായിച്ചാൻ? ഇടി ഷായിച്ചാൻ അറിയത്തില്ലേ, മൈജിയുടെ ഓണർ. കഴിഞ്ഞ ദിവസമൊക്കെ ഇഷ്ടം പോലെ ട്രെൻഡിങ് വീഡിയോസ് എല്ലായിരുന്നു. ഭയങ്കര പെടാ വീഡിയോയിൽ വെച്ചേക്കുന്നേ. രാഷ്ട്രീയക്കാര്, സിനിമാക്കാര്, അവിടെ വരാത്തവരായിട്ട് ആരുമില്ല. നാട്ടുകാർക്ക് എല്ലാം ഭക്ഷണം വൻ വീടാ വെച്ചേക്കുന്നത്. നമുക്ക് അതിനേക്കാളും മേട് നിൽക്കുന്ന വീട് വെക്കണം. ശരി, നമ്മൾ 2 ഫെറാറി മേടിക്കും. ഒരു റെഡ് കളറും ഒരു പച്ച കളറും. ഫ്രണ്ട്സിന്റെ കൂടെ എടുത്ത ടിക്കറ്റും അടിച്ചില്ല, സ്വന്തമായിട്ട് എടുത്ത ടിക്കറ്റും അടിച്ചില്ല. വെറുതെ കാശ് കളഞ്ഞത് മിച്ചം. ആ പൈസ നാട്ടോട്ടാണ് അയച്ചായിരുന്നെങ്കിൽ ഒന്നുമല്ല, വീട് പണിയുടെ ലോൺ എടുത്ത് അതിനകത്തൊരു ഇൻസ്റ്റാൾമെന്റ് പകുതിയായിട്ട് അടച്ചു പോയതിന്. ചാച്ച, ഈ സമയത്ത് ഉപദേശിക്കുവാന്ന് കരുതല്ല. ഈ മൈജി ഷായിച്ചാനെ പോലെ വീട് പണിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം കൂടെ ഓർക്കണം, അവരൊക്കെ ആയ കാലത്ത് നന്നായിട്ട് അധ്വാനിച്ചത് കൊണ്ടാ അത്രയും കാശുണ്ടാക്കിയതും അതിനനുസരിച്ചുണ്ടല്ലോ വീട് പണിതും. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഈ ബിഗ് ടിക്കറ്റ് എടുത്തിട്ട് കാശുകാരായവരൊന്നും അല്ല. ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ ഫ്രണ്ട്സിന്റെ കൂടെ എടുക്കുന്നത് പോരാഞ്ഞിട്ട് സ്വന്തമായിട്ട് എടുക്കാൻ പോയത് കൊണ്ടല്ലേ ഇപ്പൊ മൈജി ആയിട്ടിരിക്കുന്നത്. അവിടെ ഇരിക്കും.